ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഒന്നുമില്ല. അപ്പൊ ഇന്നൊരാളെണ്ണം കൂടിയിരിക്കണം, ഞാൻ തന്നെയാണ് അല്ലേ? വലിഞ്ഞു കേറി വന്നു. വലിഞ്ഞു കേറിയോ? ഞങ്ങളടിക്ക് വലിഞ്ഞു കേറി വന്നു. എന്താ ഒക്കെ അവിടെ നിന്നിട്ട് നിക്കപ്പൊത്തില്ല, വേഗം ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ റവ ഉണ്ടാക്കുക. ചായക്കടി റവയാണ്. ഓള് വന്നോണ്ട് നല്ല കടിയാണ്. അതിനൊന്നും കുഴപ്പമില്ല. എന്താ സിഫ്ന എത്തച്ച് ചൊറിഞ്ഞു മാതി കൊത്തിരിക്ക? ഒന്നുമില്ല, കടി ഉണ്ടാക്ക കറി അടുപ്പത്ത് വെച്ചിരുന്ന്. എന്നിട്ട് അത് അതിന്റെ ചോറും കൂട്ടാനും ഉണ്ടാകണം. സ്പെഷ്യലുമാ ഓള് വന്നല്ലേ, ഉണക്കമീന് താളിപ്പുണ്ടാക്കണം. ഉണക്കമീൻ കൊറേ ആയില്ലേ വാങ്ങിട്ട്? അല്ല, അത് വാങ്ങും. ഇന്ന് ഞാൻ വന്നതല്ലേ. ഇന്ന് സിഫ്നാന്റെ മോക്ക് നല്ല ബിരിയാണി കൊടുത്തടി. നല്ല ബിരിയാണി. എങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ കണക്കാക്കിയടി? ഒരാൾക്ക് മാത്രം തിന്നാൻ കണക്കാക്കിട്ട്. ഒരു പരിപാടിക്ക് ഇന്നലെ പോയിട്ട് അവിടുന്ന് നുള്ളു ബാക്കിയുള്ളത് കൊടുന്നതേനി. അപ്പൊ ഓലൊക്കെ തിന്നിട്ട് അപ്പൊ ഓക്ക് വേണ്ട പറഞ്ഞത്. പീസില്ല, അതിനാണ് എനിക്ക് മുട്ട വെച്ച് മുണ്ടാന്നോ പറഞ്ഞാണ് ഉമ്മ. ഓൽക്ക് ബാക്കി ഇന്നലെ കിട്ടി. അപ്പൊ എന്തോ പരിപാടി? ഇനി കോട്ടക്കൊക്കെ പോയമ്മ കുഞ്ഞാക്കാനൊപ്പം പോയിനി. അപ്പൊ കുഞ്ഞാൻ രാവിലെ കുട്ടികളെ കൊണ്ടാക്കാൻ വന്നപ്പോ കൂടുന്നതാണ്. ബീഫ് ബിരിയാണി ആണോ അല്ലേ? നമ്മളെ ബിരിയാണി ആയിട്ടോ രസം. മലപ്പുറത്തെ കോട്ടക്കലായിട്ട് നോക്ക ഇല്ലേ? മലപ്പുറം ബിരിയാണിന്റെ ടേസ്റ്റ് വരുന്നില്ലല്ലോ. അങ്ങനെയല്ല, നമ്മളെ നാട്ടിലത്തെ തിന്നുങ്ങ ചേലായിട്ടാണ് ഇല്ലേ? ഒരു ചൊയമാറ്റല്ലേ? തിന്നോക്കമ്മ, തിന്നോക്കേ. ഇന്നലെ കൊണ്ടതാണ് ഇതേ. ഇല്ലമ്മ, ചൊയമാറ്റല്ലേ? നമ്മളില് മരുന്നിന്റെ ചൊയാണ്. ഇതില് വേറെന്തോ കുത്തുന്ന ചൊയ. ഞാൻ സത്യല്ലാറിനെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളിന്നെ പുച്ഛിച്ചു. ഞാൻ ഒന്നിനും നോണ പറയാറില്ല. മുട്ട പിന്നെ നമ്മളുമായി തന്നെ ഉണ്ട്. സൈസില് ചെറിയൊരു മാറ്റം. അവിടുത്തെ കോഴിന്റെ മുട്ടയാണ്. പെരീത്തെ കോഴിനെ മുട്ട പുഴുങ്ങിയൊക്കെ എല്ലാവർക്കും. എന്താ കോഴി ഫാം ഉണ്ടോ? 3-4 കോഴിക്കളുണ്ട് അവിടെ. അത് വരുന്നവർക്കൊക്കെ ഈ മുട്ട പുഴുങ്ങോ? അവിടെയല്ല, ഇവിടെ പെരീന്ന് മുട്ട പുഴുങ്ങി കുട്ടികൾക്ക് ഉമ്മ കൊടുത്തതാണ്. ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെ മലയാളം പറയും. ഞാൻ വിചാരിച്ചു അങ്ങനെ റവ ഉമ്മ വെള്ളം പാർന്ന്. ഇന്നത്തെ പണി ഒരു ഇറക്കി കാണാം. ഇറക്കി ആടല്ലേ, ഇറക്കുക അളക്കുക. അപ്പൊ ഞങ്ങള് ചായ കുടിച്ചുമ്പോ കാണാം. ചെക്കന്മാരൊക്കെ 1, 2 നേരെ വിഷയ പരീക്ഷയാണ് സ്കൂളിൽ. പഠിച്ചിട്ടില്ല അത്രയും നേരമായിട്ട്. എങ്ങനെ പരീക്ഷ ചെയ്തല്? എത്ര മണിക്കൂറാ പരീക്ഷ? എന്താ എനിക്ക് അവിടെ പരിപാടി അത്രയും നേരം? പരീക്ഷക്കൊക്കെ മാർക്ക് ഉണ്ടാവും. അപ്പുറത്തോന്ന് പേനെടുത്താ ഞാനും പേനെടുക്കും. വരും. കോപ്പി ഇത് കാലുമ കോപ്പി ഉണ്ടോയ മുതലാണ് ഞങ്ങളെ ല്ലേ? എന്താ എഴുതിയത്? മരം മായ ല്ലേ? എന്നിട്ടാ വന്നോ ഇത്? എവിടെ വന്നോല്ലേ? അല്ലേലും സിഫിനെ കോപ്പി ചെയ്തൊന്നും പരീക്ഷയ്ക്ക് വരൂല. ഓളും മലബാറത്തെ ഏറ്റവും വലിയ കോപ്പിക്കാരി. ഇവള് കാണാതിരുന്നല്ല അത്ര ഒരു നോട്ട് കൊണ്ടുപോകും. 1 മണി 2 മണിക്ക് ഉറങ്ങിയിട്ട് 10-20 പേപ്പർ കോട്ടിന്റെ ഉള്ളിലെ സ്റ്റാപ്ലർ അടിച്ച് പൈസ കൊടുത്ത് പഠിച്ചണ മുതലാണ്. സ്റ്റാപ്ലർ അടിച്ചിട്ട്. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. പക്ഷെ മലബാറില് ലാബ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓളുള്ളിൽ തീയേനി ജയിച്ചതോ. 10-40 രൂപ വെറുതെ പോകൂലേ? ഇച്ച് പേടിയാണ്. എന്നിട്ട് ഞാൻ പരീക്ഷ ചെയ്തപ്പോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കും. സൂറത്തോ ഇതിനെ പൊടിച്ചിക്കണോ? ഞങ്ങളപ്പുറത്തെ എല്ലാ കുട്ടികളും നോക്കുമ്പോ ഉണ്ടാവും ഓരോന്നിന്റെ കോട്ട് കൊടിയിപ്പിച്ചിന്, കീസ കൊടിയിപ്പിച്ചിന്. ഓരോരുത്തരും ഇങ്ങനെ നീച്ചയാണ്. അതിന്റെ കൂട്ടത്തില് സിഫ്നി ഉണ്ട്. നോക്കൂല, ഞാൻ അങ്ങനെ നിക്കുള്ളൂ. പേടിയാണ്. അപ്പൊ ഞമ്മക്ക് ഓരോരുത്തരെ പിടിച്ചപ്പോ ഞമ്മക്ക് പേടിയാണ്. എന്നിട്ട് ഓള് വേറെ കുട്ടികളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഓള് സുഖമായിട്ട് നോക്കി വെച്ചു. സെക്കൻഡ് ഇയർത്തെ റിസൾട്ട് വരാനായി. എന്ത് വന്നിട്ട് എന്താലേ? അല്ല ജയിച്ചേക്കാരം. അല്ല ഇനി വന്നിട്ട് കാര്യല്ലല്ലോ, പെറ്റെടുക്കല്ലേ. പെറ്റൊക്കെ നീച്ച് പോകാലോ.
രണ്ടെല്ലാം കച്ചണ്ടേ? 2-3 കച്ചണ്ടി വരും. നോക്കല്ലേ നോക്കാം. അങ്ങനെ നമ്മളൊക്കെ കുത്തിരുന്ന് ഇവിടെ ചായ കുടിച്ചാണ്. കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കണം. വണ്ടി ഇല്ലാത്തോണ്ടൊക്കെ നടന്നാലൊരു പോണ്, കൊറേ നടക്കാനും ഉണ്ട്. പിന്നെ കുട്ടികളപ്പൊക്കെ പോകുമ്പോ ഓൽക്കും ഒരു രസം. എന്താന്ന് വെച്ചല്ലോ അപ്പൊ ഞാനുണ്ട് ചായ കുടിച്ചാൻ വിളിച്ചത്. മറ്റേ എത്ര കുട്ടികളെ മാതിരിയാ? അഞ്ചു, മഞ്ജു, ചിഞ്ചു. എല്ലാരും പറയണ്ടേ ഭാര്യ കുറച്ച് ചേലാക്കരുത്. ഇഞ്ഞെങ്ങട്ടാ ചേലാക്കാന്? ഈ വയസ്സ് വരെ ഇതാണ് പരിപാടി. സുമേഷ്, രമേശ് ഇവിടെ വരൂ. ഞങ്ങളെ പിടാനാണ് പിടാന് അല്ലേ? കുറവായി എനിക്കെന്നെ 2 വട്ടം തന്നെ നാട്ടിന് കുട്ടികൾ. പിന്നെ നമ്മള് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ചെക്കന്മാര് സ്കൂളിൽ പോയി. അത് പോയിട്ടില്ല, അതിന് പോകാൻ വണ്ടിയില്ല. അപ്പൊ ഓനൊന്ന് ലീവാണ്, കള്ളത്തരാണ്. പിന്നെ ഓന് ഇന്നലെ രാത്രി പനിയുണ്ടായിനി. പിന്നെ എന്നും പനിയാണല്ലോ. ഇന്നലെ അത് പിന്നെ ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങളെ ചായയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ്റെ അടിച്ചോര് തുടക്കലൊക്കെ കഴിഞ്ഞ് ഒറ്റ ഫോണുമ്പോ തോണ്ടി കുത്തിരിക്കീനെ. അതിന്റെ കുഴപ്പമുള്ള എഡിറ്റ് ചെയ്യാന് അങ്ങനെയും പറയാ. ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല. ചോറ് അടുപ്പത്തിട്ടിക്കണേ. മീന് അല്ലേ? ഇനിയല്ലേ പണി. ഇനി എത്താ മീൻ കറി വെച്ചാ പോരെ? മീൻ വച്ചേക്കുണ്ട്. അപ്പൊ മീൻ വണ്ടി കാത്തിക്കാണ്. മീൻ വണ്ടി വന്നാല് മീൻ വാങ്ങണം, കറി വെക്കണം. പണി കഴിഞ്ഞു. ചോറ് വേകാനായില്ലേ? എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കുത്തിരിക്കും, വർത്താനം പറഞ്ഞ്. പണി കഴിഞ്ഞിട്ട് ഇരിക്കണം അല്ലേ? എല്ലാരും ഒപ്പം പണിയെടുക്കുക, എന്നിട്ട് കുത്തിരിക്കുക. അതിന്റെ സുഖം ഒരു വേറെ. അങ്ങനെ നമ്മള് മീനെ കാത്തുനിന്ന് 12 മണി കജ്ജാനായി. മീൻ വണ്ടി വന്നിട്ടില്ല. പ്രതീക്ഷ ഉണ്ടേനി വന്നീനി. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ല. അപ്പൊ ഞങ്ങള് സോയാബീൻ വെള്ളത്തിലിട്ടിക്കണ്. ഉണക്കമീൻ പോയി രാവിലെ പറഞ്ഞ മാതിരി നല്ല ഉണക്കമീൻ ഉമ്മ വാങ്ങാൻ പോകുന്നുണ്ട്. ഓള് വിരുന്നടത്തിയല്ലേ, അപ്പൊ ഉണക്കമീൻ കൂട്ടി കൊടുക്ക. നല്ല ഇഷ്ടാട്ടോ. സോയാബീൻ ഉണ്ട്. ഞാൻ സോയാബീൻ ഇങ്ങനെ ഉപ്പേരിയാക്കി വെക്കണം വിചാരിച്ചിരിക്കണ്. സോയാബീൻ ഇഷ്ടല്ല. ഞാൻ അതിന്റെ ആളാ. അപ്പൊ സോയാബീൻ ഉണ്ട്, ഉണക്കമീനും, പിന്നെ ഒരു ചെറിയ ഉള്ളി, മുളകും പുളിയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു വെളിച്ചെണ്ണയൊക്കെ കുഴച്ചൊരു ചമ്മന്തി ഞങ്ങള് കാട്ടുന്നുണ്ട്. അത് കൂട്ടാനും ഇന്നത്തെ മാത്രം മതി ചോറിനാണല്ലേ. ചമ്മന്തി മാത്രം മതി. ചമ്മന്തി താളിപ്പുണ്ടെങ്കിൽ നല്ല രസം. അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇനിയിപ്പോ സോയാബീൻ ഉണ്ടാക്കിയിട്ട് ഓളെ ചെക്കനെ ഇന്ന് വലിയോനും എന്താ റിതുവിന് വൈകുന്നേരം വലിയോന് വൈകുന്നേരം വരെയുണ്ട്, ചെറിയോന് ഉച്ചവരുള്ളൂ. അപ്പൊ ഇവിടെ ആയതുകൊണ്ട് എന്റെ കയ്യിൽ വണ്ടിയില്ല, അല്ലെങ്കിൽ പോയി കൊണ്ടുവരാൻ. കുഞ്ഞാൻ പിന്നെ പണിക്കും പോയി, അപ്പൊ കൊണ്ടുവരാൻ ആളില്ല. അപ്പൊ കുടുംബക്കാരോടും കേറിക്കും അവിടെ പോയിട്ട് കൊണ്ടുവരണം. ഞാൻ വേഗം കൂട്ടാണ്ടാകട്ടെ. എന്ത് സോയാബീൻ പൊരിച്ചാ? ഉപ്പേരി ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണേ. മീൻ വണ്ടി വരുമ്പോ വിചാരിച്ചിട്ട് മാത്രം കൂട്ടുള്ളൂ സോയാബീന്. ഉണക്കമീനും നമ്മള് ചതച്ചിരിക്കുന്നു. ഉണക്കമീൻ ഇല്ല. അല്ലാത്ത സാധനമൊക്കെ കവറിൽ കൊടുന്നവിടെ വെച്ചിക്കണേ. ഉണക്കമീന് സാധനങ്ങളൊക്കെ ഇപ്പൊ പീടിയെന്ന് വന്ന് കൊണ്ടുവന്നിക്കണേ. അതിൽ ഉണക്കല് മാത്രല്ല ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പപ്പടം പൊടിച്ചോണ്ടിരിക്കുകയാണ്. പപ്പടം പൊടിച്ച എന്നിട്ട് പപ്പട താളിപ്പ് അങ്ങോട്ട് ഉണ്ടാക്കാം. പിന്നെ ഇതാണ് നമ്മളെ ഹൈലൈറ്റ് ചമ്മന്തി അറിയണത്. ചെറിയുള്ളി, മുളക്, പുളി, ഉപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മള് ആഡ് ചെയ്യാ. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യമാണല്ലേ ബൈൻഡ് ചെയ്തിട്ട് കാണാം. ചെറിയുള്ളി ആട്ടെ ഈ ഹൈലൈറ്റ്. അപ്പൊ ചെറിയുള്ളി 3/4, ഒരു 4-5 പച്ചമുളകും, ഒരു 4-5 കുരുപുളിയും, ആവശ്യത്തിന് ഉപ്പും. ഇനി അതിൽ ബാക്കി എന്തൊക്കെ ചേർക്കണം ഓല് പറഞ്ഞുതരും. അപ്പൊ ഞാൻ അത് പോയിട്ടൊന്ന് ബൈൻഡ് ചെയ്താ. എന്റെ സോയാബീൻ കൂട്ടാണ്ട് ഇവിടെ അപ്പുറത്ത്. അതിന്റെ സോയാബീന് ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അത് അവൻ നടക്കാൻ കുറച്ചേരം ഞാൻ അത് മക്ക് വന്നിട്ട് ഞാൻ മറ്റേ ചമ്മന്തിമക്ക് പോയി. അതാ പോകും. സോയാബീന് ഒന്നുപോലെ വെള്ളം വെച്ചാലോ. കുറച്ച് സ്പീഡ് ഞാൻ പോകുമ്പത്തേക്ക് എന്റെ പപ്പടം കഴിഞ്ഞു. അപ്പോൾ ഇന്നെ സഹായിച്ചാൻ വന്നാണ്. അവൻ ഏതായാലും ഞാനത് അരച്ചിട്ട് തരാം. അങ്ങനെ നമ്മളിത് അരച്ച് എടുത്തക്കണം. ചെറിയുള്ളി ഇങ്ങനെ ചവക്കാൻ കിട്ടണം. അപ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ പ്രവർത്തനം നടക്കുള്ളൂ. നീക്ക് ശരിക്കും നല്ല പൂളല്ലേ ചിപ്പിയൊക്കെ നോണഞ്ഞിട്ട് പഠിച്ചോടെ. എന്തിനാ കൊറേ കോഴിപ്പൊരിയൊക്കെ നമുക്ക് തിന്നണം. പക്ഷെ ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ ഉസാറായി. നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ തിന്ന് ചെയ്യലായതുകൊണ്ട് നമ്മള് നല്ല നിസ്സാരമായിട്ട് നമ്മളിതൊക്കെ തിന്നു. അങ്ങനെ ഒന്ന് നമ്മള് വേശാക്കാൻ പാടില്ല. ഇതിന്റെ ഹൈലൈറ്റ് അറിയുന്നത് എണ്ണ അമ്മ കാണണ്ടോ ചോദിച്ചാ ചീത്ത അറിയും. വില കൂടിയത് മുതൽ ഇവിടെ നിരീക്ഷണത്തിലാണ്. അല്ലേ
അങ്ങനെ നമ്മൾ നല്ല വെളിച്ചെണ്ണ പറഞ്ഞ് ഇത് നല്ല മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെളിച്ചെണ്ണ ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടിയും പോരാ. ഉമ്മ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ അതിന്റെ പേരാകുക. അതോളം വലിയ കുഴപ്പമുണ്ടാവില്ല. എന്താപ്പോ 1 ലിറ്ററിന് 500 ഒക്കെ ആണോലേ. തേങ്ങക്ക് വില പറഞ്ഞേക്കണം ഇപ്പൊ. പെണ്ണൊക്കെ കുറേക്കാരം. എങ്ങനെയുണ്ട്? ഉപ്പില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉപ്പില്ലേ? നല്ല രസമുണ്ട്. ഉമ്മ അരി വെള്ളത്തിലിടാൻ പറഞ്ഞ അരി ഇവിടെ ദോശ. നാളെ മസാല ദോശ ഉണ്ടാക്കിയാലോ നമുക്ക്? ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഉണ്ടോ ഉമ്മ കാത്തക്കണ്? എന്തിനാ കിട്ടാല്ലോ ചോറ്റക്ക്? ഉമ്മാനെ ഞമ്മള് അടുപ്പത്തുനിന്ന് ഒഴിവാക്കിയിരുന്നു. അല്ലെങ്കിൽ നമ്മളുണ്ടെങ്കിൽ ഉമ്മാക്ക് റസ്റ്റാകാരം. കുറച്ചുകൂടി ഇന്ത്യക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ കുത്തുന്ന ചോറുന്നുണ്ട്. ഉമ്മ അവിടെ കുത്തിരിക്കുന്നുണ്ട്. എന്റെ ചോറാണ് അവിടെ സൈഡക്ക്. ചോറിൽ മതി. എന്താ ബാക്കിയ കരം ഒക്കെ കഴിച്ചല്ലേ? രാത്രിക്കും വേണട്ടോ. ഓ രാത്രിക്ക് മീൻ വാങ്ങലമ്മ. എന്ത് മീനുണ്ടാവില്ല. തിന്നങ്ങാണ്ടേ ആകെ കത്തിക്കാണും. അല്ലാതെ കത്തിച്ചെന്ന അവ ഞങ്ങൾ ഇനി ചോറുന്നട്ടെ. ഇതാണ് കൂട്ടാൻ വരുന്നത്. പപ്പടത്താളിപ്പട്ടിയോ? നമ്മളെ ഫുഡ് കഴിച്ച എന്റെ കയ്യിൽ എന്താ പ്ലേറ്റ് വിചാരിച്ചാല് മുന്നേ വന്നിക്കണേ. തറവാട്ടത്തെ ഒരു ഷൂട്ട് കാണുമല്ലേ. അപ്പൊ ആദൂനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നേ. അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞിട്ട് ഒരു ആദൂന് ഞാൻ ചോറ് വരി കൊടുക്കുന്ന സീനാണ് എന്ന് പറഞ്ഞു. പോയോക്കട്ടെ. റീടേക്ക് എടുത്തെടുത്തുനിന്ന് ഞാൻ മരിക്കും. അവിടെ കണ്ടില്ലേ നക്കി നക്കി തിന്നാണ്. നുള്ളി നുള്ളി തിന്നാണ്. നുള്ളി കഴിഞ്ഞിട്ട് നക്കി നക്കി നിക്കല്ലേ. തറവാട്ടത്തെ ക്യാമറമാൻ പെടത്തേക്കണേ. ചെറുപ്പക്കാരാണ് ഇവിടെ. അപ്പൊ ആ മുഖച്ചാല് വേറെ ആരും കിട്ടിയില്ല. ഡൂപ്പിന് എവിടെയും പോകണ്ടോ? എന്റെ അടുത്ത് എന്നാല് ദിവസേന 1000 തന്നാ ഞാൻ എന്തോ 1000 മതി. കൂടുതലൊന്നും ഇപ്പൊ തുടങ്ങിയ അന്ത്യാകുമ്പോത്തിന് കഴിയൂലേ? മുന്നേ 4 സെക്കൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വീഡിയോന്റെ കഠിനാധ്വാനാണിത്. ഇന്നലെ കൊറേ ആൾക്കാർ ചോദിച്ചെന്താ ഫസൽ ഫാമിലി വീഡിയോ ഇടാത്തേന്ന്. അപ്പൊ ഈ വീഡിയോ ആണ് ഇപ്പൊ അവിടെ നടന്നുകൊടുക്കണാന് വന്നിട്ടില്ല. മോന്റെ എന്തോ പ്രൊമോഷന്റെ വീഡിയോ ആയിട്ട് കോഴിക്കോട് പോയതാണെന്ന് പറഞ്ഞു. ഫസൽ ഫാമിലിന്റെ ക്യാമറാമാനാണ് കേട്ടോ ഈ മുന്നാന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളം കൊണ്ടുവരുവോ? വെള്ളം തൊട്ടാ ഇത് പിന്നെ റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. നേരം മടക്കാത്തിരിക്കുക. നേരം അങ്ങനെ കുറച്ച് അതിനാ ഇഷ്ടമില്ലാത്ത കാര്യം ചോറുന്നാന്. ഇതാ പോണ്. വേറെ എന്തെങ്കിലും പരിപാടി മുന്നേ വെച്ചു. ആര് കണ്ടാ പറയില്ല. അവിടെ മാത്രം. അതിനെത്ര? 200. എന്നെ 500. അപ്പൊ എനിക്കല്ലേ ലാഭം? കടയിൽ പോയി 50 ഉറുപ്പ്യ നടത്തരൂലേ? 150 ലാഭല്ലേ? വെള്ളം കൊടുക്കണോ? വെള്ളം കൊടുക്കണം. ഒരു ഉരുള ചോറ് കൊടുക്കണ മാത്രല്ലേ ഉദ്ദേശിച്ചേ? ആയാണ് അതുള്ളു ഉദ്ദേശം. കുട്ടിന്റെ വെള്ളം പറഞ്ഞാലും റീട്ടേ കഴിയൂല. എന്നിട്ടേ ആനക്കില്ലേ കണ്ണുകൂടെ ഇങ്ങനെ ചോര വരിട്ടോ. അതോ എന്നിട്ട് അതിന്റെ അമ്മല്ലേ അങ്ങനെ ചത്തോയിട്ടോ. അത് പോകുകയാണെങ്കിൽ നഷ്ടയില്ല. പിന്നെ ഏതായാലും നേരത്തെ പരിപാടി കഴിഞ്ഞ ചെറിയ സീനുകളായിരുന്നു. അതിനാദ്യമായിട്ട് മുന്നൊക്കെ ഒരു ഷെയ്ക്കാന് കൊടുക്കണം. അയച്ചല്ലേ എന്റെ അനക്കല്ല മുന്നൊക്കെ കൊടുക്കണം.
ആരെങ്ങനെ അറിയാം എനിക്കറിയാം. ഒരു പെൺകുട്ടീനെ കണ്ടിട്ട് ആരാ ചോദിച്ചാണ്. അല്ല ഇച്ച് കരിയുന്ന സീനിനോട് റീടേക്ക് വേണ്ടി ചിരിച്ചുന്ന സീനാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചു. ആ കരിയാണെങ്കിൽ പല്ല് ഇത് ചിരിച്ചും കാര്യമൊന്നും വേണ്ട, ഒന്ന് ചോറ് വാരി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇമോഷണൽ അറിയില്ല. അതല്ല ഇമോഷണൽ അറിയായിട്ടല്ല, ഡയലോഗ് ഇല്ലാത്ത പക്കിയാണ്. അങ്ങനെ നമ്മളെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പോയോ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ വിട്ടരാന്ന് പറഞ്ഞേക്കണ്. ഇമ്മമ്മി അനുവിൽ എന്തൊരു ഇമോഷണൽ സീനിലൊരു പ്രൊമോഷനാണ്, എൻ്റെ കൂടെ ഇമോഷണൽ സീൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ചോറൊക്കെ തിന്ന് ഒരു ഭാഗത്ത് കുത്തിരിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുത്തിരിക്കട്ടെ. ഏകദേശം ഇപ്പൊ ഒരു 12:30 ആവാനായി. 12:30 ഒന്നല്ല, 1 മണി ആവാനായി. മാറി പോയതാട്ടോ, 1 മണി ആവാനായി. ഞാൻ ആ ക്ലോക്ക് നോക്കി പറഞ്ഞാണ്. നല്ല വെയിലാട്ടോ അവിടെ, മഴയൊക്കെ നിന്നോണ്ടല്ലേ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം. ഇവിടെ ഒരാൾക്ക് മരുന്ന് കൊടുത്തിട്ട് രാവിലെ ഒന്ന് പനി രാവിലെ മാറിയിട്ട്, പക്ഷെ ഇപ്പൊ രണ്ടാമത് പിന്നെയും പനിച്ചിട്ടുണ്ട്. അപ്പൊ ചിത്താണ്ടാണ് അതിന്റെ. അല്ലേ അത് വാവായോ ഉമ്മ പൊന്നിന് വാവായോ? പനിണ്ടോ? പനിയൊന്നുമില്ല, മൊബൈല് മതി. ഓന് ഫോണിപ്പൊ തുറന്നെടുക്കാനാണ്. ചൂടുണ്ടപ്പോ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെയും പനിച്ചു. രാദോഷ അങ്ങനെ ഞാൻ വെറുതെ കുത്തിരുന്നപ്പോ മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇങ്ങനെ കുത്തിരിക്കണം. ഇപ്പൊ മര കച്ചോക്കട്ടെ, മര കച്ചൊന്ന് കൊളാക്കി കൊടുത്തിക്കണ്. ഇവിടെ ഒന്നും പാടെ എന്തേലൊക്കെ ഈ ഞരമ്പും കച്ചുമ്പോ എന്തേലൊക്കെ അത് വരച്ചെടുക്കണം. ഞങ്ങളെ കച്ച് വേറൊരു കയ്യാണ്, ഇഷ്ടല്ല. അന്നേരം വെറുതെ പൂവരിച്ചു. ഇന്നലെ ഓളിട്ട് മൈലാഞ്ചേട്ടാ, ഞാൻ വെറുതെ ഒരു മൈലാഞ്ചിട്ടാണ്. അപ്പൊ ഇനി കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല. വൈകുന്നേരം ആയ ചായ കുടിച്ചണല്ലേടി. അങ്ങനെ നമ്മളെ ചോറുന്നലും കടത്തും കാര്യം ഒക്കെ കഴിഞ്ഞില്ലേ. ഇവിടുത്തെ അങ്ങനെ കുത്തിരിക്കാണ്. വൈകുന്നേരമായി 5:30 മണി. മക്കളൊക്കെ കഴിച്ചാൻ പോയിക്കണം. ഇവിടെ ഏരിയയിലേ ഇല്ല, നാടുവിട്ടുകൊണ്ട്. നമ്മള് പിന്നെ തെരഞ്ഞു പോക്കൂല, ഒക്കെ നേരായ കൂട് കൂടിക്കോളും. കോഴിക്കളാദ്യം വരും. കണ്ടു, വിശാലായ അന്തരീക്ഷമാണ്. ഈ പരിസരത്ത് ഒറ്റ കുട്ടികൾ ഏരിയയിൽ കാണാനില്ല. അപ്പൊ ഞോല കാലൊക്കെ കഴിഞ്ഞ് ഒരു വെട്ടെ അല്ലേ. ചായ കുടിച്ചിട്ടില്ലല്ലോ, കടിയൊന്നും ഇല്ലല്ലേ. ചോറിനെ കൂട്ടാൻ കടിയൊന്നും. ഇനി മീവന്റെ അന്തിക്ക് കാത്തക്കാരനക്കണം. ഞാൻ അന്തിക്ക് ഞങ്ങള് കഞ്ഞി കൊണ്ടും. അല്ല മീൻ വാങ്ങാൻ പോകണ്ടോ നിങ്ങള്? ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവും, ഞായറാഴ്ച ഇല്ലാത്ത. ഇപ്പൊ തന്നെയൊന്നും അറിയില്ല. നമ്മളൊരു മീൻ വണ്ടി വരാണ്ടായി, കൊറേ മീൻ കിട്ടും. 7 മണി 6:30 ആകുമ്പോ ഒരു മീൻ വണ്ടി ഏതാണ്ട് വാരിക്ക് ഒരു മീൻ തരും. പക്ഷെ ആദ്യമൊക്കെ നല്ലോണം തന്നിനി, ഇപ്പൊ അളവൊക്കെ കുറഞ്ഞേക്കണം. എന്നാലും മെച്ചുണ്ട്, സാധാരണ വണ്ടിക്കാരിലേറെ മെച്ചുണ്ട്. അപ്പൊ വീഡിയോ അതിന്റെ ഭാഗല്ലേ. ഓ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇനി. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും.